റേച്ചൽ റീവ്സിന്റെ ഒക്ടോബർ ബജറ്റ് ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ ഉദ്ദേശിച്ചതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഇൻഷുറൻസ് വർധനവിന്റെ ആഘാതം അനുഭവിച്ച ബിസിനസ്സുകൾ നെഗറ്റീവായി പ്രതികരിച്ചതോടെ സാമ്പത്തിക വളർച്ചയും മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ എയർ പാസഞ്ചർ ഡ്യൂട്ടിയിൽ നടത്തിയ വർധനവിന്റെ ആഴവും വ്യക്തമാകുന്നത്. ഹോളിഡേ ടാക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ നികുതി വർധനവുകൾ മിക്ക വിമാനയാത്രകൾക്കും 15% വർധനവ് സമ്മാനിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. നിലവിൽ 2.6% മാത്രമുള്ള പണപ്പെരുപ്പത്തിന്റെ 5 ഇരട്ടി വർധനവാണ് ഇതിലൂടെ നേരിടുക. ടാക്സ് പേയേഴ്സ് അലയൻസ് നടത്തിയ പഠനത്തിൽ 2026 ഏപ്രിൽ ആകുന്നതോടെ റീവ്സിന്റെ APD നിരക്ക് വർധന കൂടി ചേരുമ്പോൾ 111% വർധനവ് നേരിടുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നികുതി ചുമത്താൻ തുടങ്ങിയ 1994 മുതലുള്ള വ്യത്യാസമാണിത്. അതേസമയം ഇതേ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഹ്രസ്വ യാത്രകൾക്ക് നിരക്ക് 200% വർദ്ധിച്ചുവെന്നാണ് കണക്ക്. ദീർഘദൂര യാത്രകൾക്ക് 920% കുതിപ്പാണ് നികുതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാ ദീർഘയാത്രകളാണ് എങ്കിൽ 960% വർധനവും അനുഭവിക്കണം. ഈ നടപടികളിലൂടെ 2026 മുതൽ 2030 വരെയുള്ള സമയത്ത് ചാൻസലർക്ക് 2.5 ബില്യൺ പൗണ്ട് APDയിൽ നിന്ന് മാത്രമായി ലഭിക്കും. പണപ്പെരുപ്പത്തിനൊപ്പം ADP വർദ്ധിച്ചിട്ടില്ല എന്ന റീവ്സിന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത്. നിലവിൽ 2000 മൈൽ വരെ യാത്രകൾ ഇക്കണോമിയിൽ 13 പൗണ്ടാണ് നികുതി, 5000 മൈൽ വരെ 88 പൗണ്ടും, അൾട്രാ ദീർഘയാത്രകൾക്ക് 92 പൗണ്ടുമാണ് നികുതി. ഈ നിരക്കിലാണ് 15%-ലേറെ വർധനവ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള യാത്രകൾക്ക് ഒരു വ്യക്തി 102 പൗണ്ട് വരെയാണ് നിരക്ക് ഉയരുക. ഇതോടെ കുടുംബവുമായി സഞ്ചരിച്ചാൽ വ്യത്യാസം കൂടുതൽ പ്രകടമാകുന്നതാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.